നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെ കന്നിമാസം 14-ാം തീയതി, അതായത് 2024 സെപ്റ്റംബർ മാസം 30-ാം തീയതി തിങ്കളാഴ്ചയാകുന്നു. സോമവാരം അഥവാ തിങ്കളാഴ്ചത്തെ പ്രാദേശിക സൂര്യോദയം തൃശ്ശൂരിൽ 6:17 അസ്തമയം വൈകിട്ട് 6:12 നാളത്തെ രാഹുകാലം തിങ്കളാഴ്ച കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയമാകുന്നു. അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം 7:47 9:17 വരെയുള്ള സമയം നാം രാഹുകാലമായി പരിഗണിക്കേണ്ടതുണ്ട്. തിങ്കളാഴ്ചത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു. പൂർവ്വ ഫൽഗുണി എന്ന് സംസ്കൃത ഭാഷയിൽ ജ്യോതിഷത്തിൽ പറയുന്ന പൂരം ചിങ്ങം രാശിയിലെ ഒരു മുഴുനാൾ നക്ഷത്രമാകുന്നു. പല വിശിഷ്ട വ്യക്തികളുടെയും നക്ഷത്രമാണ് പൂരം നക്ഷത്രം. സാധാരണ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശുക്രനാകയാൽ കലാപരമായി വളരെയധികം ശോഭിക്കുന്ന നക്ഷത്രക്കാരാകുന്നു പൂരം നക്ഷത്രക്കാർ. ഭരണി, പൂരം, പൂരാടം ഇതിൻ്റെ അധിപനായ ഗ്രഹം ശുക്രനാകുന്നു. കലാരംഗത്തുള്ളവർക്ക് ശോഭിക്കും. പക്ഷേ സ്വതവേ നാം പൂരം നക്ഷത്രം, മുപ്പൂരം, പൂരം, പൂരാടം, പുനരുട്ടാതി ഇതൊന്നും തന്നെ ഒരു വിത്തിറക്കാനോ അല്ലെങ്കിൽ ഒരു യാത്രക്കോ നാം സ്വീകരിക്കാറില്ല. ശുഭാരംഭത്തിന് ഈ നക്ഷത്രങ്ങളൊന്നും തന്നെ സ്വീകരിക്കാറില്ല. പ്രത്യേകിച്ച് പൂരം, പൂരാടം, പുനരുട്ടാതി നക്ഷത്രങ്ങളും. യമൻ, ഭരണി, അഹി, ആയില്യം, രുദ്രൻ, തിരുവാതിര, പിന്നെ തൃക്കേട്ട ഈ 7 നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കാറില്ല. നാളത്തെ തിഥിയും കറുത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയാകുന്നു. പിറ്റേ ദിവസം ചതുർദശിയായി, അമാവാസിയായി, കർത്തഭാവായി കഴിഞ്ഞു. അതിനാൽ ഒരു ശുഭമുഹൂർത്തങ്ങളും പൂരം നക്ഷത്രത്തിലും ഈ ത്രയോദശി തിഥിയിലും പറഞ്ഞു തരുവാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. നാളത്തെ പ്രാർത്ഥന തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ദേവിയുടെ ദിവസമാകുന്നു. പൂരം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശുക്രനാകുന്നു. ദേവീക്ഷേത്ര സന്ദർശനം നടത്തുക. അവിവാഹിതായ പെൺകുട്ടികൾക്ക് വിവാഹ ലഭ്യതയ്ക്കായി സോമവാരവ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. ദേവീക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി പായസമൊക്കെ കഴിപ്പിക്കുന്നത് വളരെ ഗുണമാണ്. പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ദേവി പ്രീതികരങ്ങളായ പ്രാർത്ഥന ചെയ്യുന്നത് വളരെ ഉത്തമമാകുന്നു. ഓം സം സരസ്വത്യേ നമഃ എന്ന മന്ത്രം, അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മിയൈ നമഃ എന്ന മന്ത്രം, അല്ലെങ്കിൽ ഓം ദും ദുർഗായൈ നമഃ എന്ന മന്ത്രം, ദേവി പ്രീതികരങ്ങളായ എല്ലാ മന്ത്രങ്ങളും വളരെ അനുകൂലമായ ദിനമാകുന്നു നാളെ ജപിക്കുകയാണെങ്കിൽ. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.